വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഹണി ബീസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ അവസാനത്തെ ഭാഗത്തുള്ള ഹണി ഡ്രോപ്സ് നിങ്ങൾ കണ്ടോ? ആ ഹണി ഡ്രോപ്സിലുള്ള സ്റ്റോറിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന റീഡ് ചെയ്യാനുള്ള പോർഷൻ ആണ് ഡോൺ റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, ഡോൺ റിപ്പീറ്റ് ഇറ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ ആണത്, വായിക്കാനുള്ളതാണ്. അപ്പൊ ഡോൺ റിപ്പീറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള യൂണിറ്റ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഡോൺ റിപ്പീറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? വീണ്ടും ആവർത്തിക്കരുത് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ എല്ലാ കൂട്ടുകാരും ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള പാഠം വായിച്ചോ? അതിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞോ? അപ്പൊ നിങ്ങൾക്ക് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റീഡിംഗ് വീഡിയോ ഉണ്ട്, അതേപോലെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് നമുക്ക് നമ്മുടെ ഡോൺ റിപ്പീറ്റ് ഇറ്റ് നമുക്ക് വായിച്ചാലോ? ഇവിടെ നോക്കി, ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഹെന്നുണ്ട്, കോക്ക്. ഹെന്ന് എന്ന് വെച്ചാൽ മുട്ടയിടുന്നത്. നമ്മുടെ പൂവൻ കോഴിനെ ഹെൻ എന്ന് പറയും, പിടക്കോഴിനെ ഹെൻ എന്ന് പറയും. പൂവൻ കോഴിയാണ് കോക്ക്. ഓക്കെ, ഇവിടെ കണ്ടോ, ഹെന്നാണ്. ഹെന്നിങ്ങനെ മുട്ടയിടുകയാണ്. അപ്പൊ ഹെന്ന് മുട്ടയിടുന്നത് ആരാണ് ഒളിച്ചിരുന്ന് നോക്കുന്നത്? മൗസ് അല്ലെ, മൗസ് നോക്കുകയാണ്. അപ്പൊ എന്തിനാണ് മൗസ് വരുന്നത്? കണ്ടോ, മുട്ട എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഹെന്ന് പോയ സമയത്ത് കൊക്കും പോയി മുട്ട എടുക്കാൻ വേണ്ടിട്ട് മൗസ് പതുക്കെ വരികയാണ്. മുട്ട എടുത്തുകൊണ്ട് പോയി. മുട്ട എടുത്തിട്ട് പോണത് ആര് കാണുകയാണ്? ഹെന്ന് കാണുകയാണ് അല്ലെ. ഓ നോ, എന്നിട്ട് എന്ത് ചെയ്തു? വേഗം ഹെന്ന് മൗസിന്റെ പുറകെ പോവുകയാണ്. മൗസിന്റെ കയ്യിലാണ് ഹെന്നിന്റെ മുട്ടയുള്ളത്. ഹേ സ്റ്റോപ്പ്, കണ്ടോ, സ്റ്റോപ്പ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? നിൽക്ക്, നിർത്ത് എന്ന് പറയാണ്. അപ്പൊ സ്റ്റോപ്പ്, മൗസിനോട് നിൽക്കാൻ പറയുകയാണ്. മൗസിന്റെ കേൾക്കണം, മൗസ് പതുക്കെ വന്ന് കട്ടിട്ട് പോവാണല്ലേ മുട്ട. അപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്? ഈ മൗസ് എഗ്ഗും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ബ്ലൂ ബസ്സും റെഡ് കാറും കൂടെ റോഡിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റെഡ് കാറിന്റെ ലൈറ്റ് വന്നിട്ട് നമ്മുടെ ഈ മുട്ട എടുത്തുകൊണ്ട് പോയ മൗസിന്റെ മേലെ വന്ന് വീണു. മുട്ട തെറിച്ചു വീണു. അപ്പൊ മൗസ് എന്താ പറയണത്? ഔച്ച്. ഹെൻ എന്ത് പറയണു? ഓ മൈ കണ്ടോ, മുട്ട ഇങ്ങനെ വീണ് ഇങ്ങനെ പറന്ന് വരികയാണ്. മൗസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴും, താഴ്പ്പ വീഴും. അപ്പോഴേക്കും ആര് പിടിച്ചു? ഹെന്ന് എഗ്ഗിനെ ക്യാച്ച് ചെയ്തു, പിടിച്ചു. ഓ മൈ എഗ്, ഹെന്ന് പറയാണ്. അപ്പോഴേക്കും ആരാണ് ഓടി വരുന്നത്? കൊക്ക് ഓടി വരികയാണ് അല്ലെ. കൊക്ക് ഓടി വരികയാണ്. ഇവിടെ കണ്ടോ, മൗസ് അപകടം പറ്റിയിട്ട് കിടക്കുകയാണ്. അപ്പൊ കൊക്ക് ഓടി വന്നപ്പോ എന്താണ് ഹെന്നിനോട് പറയണത്? ഈസ് ഇറ്റ് ഓക്കെ, മുട്ടയ്ക്ക് എന്തെങ്കിലും പറ്റിയോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് കൊക്ക് ചോദിക്കുകയാണ്. അപ്പൊ ഹെൻ എന്താ പറയണത്? ഹെന്ന് കണ്ടോ, ഹെന്നും കൊക്കും കൂടെ ഇവിടെ സംസാരിക്കുന്നുണ്ട് അല്ലേ. അതിനിടയിൽ നമ്മുടെ അപകടം പറ്റി കിടക്കണ മൗസിനെ എടുത്തുകൊണ്ട് പോകാൻ മൗസിന് വേറെ കൂട്ടുകാരൊക്കെ വരികയാണ്. കം എന്ന് വന്നിട്ട് കം വരൂ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നു. എന്നിട്ട് നമ്മുടെ മൗസിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. കണ്ടോ, അപ്പൊ നമ്മുടെ ഹെൻ എന്താണ് കൊക്കിനോട് പറയേണ്ടത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ തെറ്റാണ്. എന്തുകൊണ്ടാണ് ഹെൻ അങ്ങനെ പറയുന്നുണ്ടാവുക? കാരണം ഹെന്ന് കൊക്കിനോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഞാൻ പോണ സമയത്ത് നീ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കൊക്ക് കേട്ടോ? ഇല്ല. കൊക്ക് എന്ത് ചെയ്തു? അത് ശ്രദ്ധിക്കാതെ പോയി. അതുകൊണ്ടാണ് മൗസ് വന്നിട്ട് എഗ് എടുത്തത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ തെറ്റാണെന്ന് കൊക്കിനോട് ഹെന്ന് പറയുന്നത്. അപ്പൊ കൊക്ക് എന്ത് പറഞ്ഞു? തെറ്റാണെന്ന് മനസ്സിലായപ്പോ കൊക്ക് എന്താ പറയുന്നത്? ഐ ആം സോറി എന്ന് പറയുകയാണ്. സോറി പറഞ്ഞു. അപ്പൊ ഹെൻ എന്താ പറയണത്? ഡോൺ റിപ്പീറ്റ് ഇറ്റ്, വീണ്ടും ആവർത്തിക്കരുത്. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ അപകടം പറ്റി കിടക്കുന്ന മൗസിനെ അവര് കൂട്ടുകാർ വന്നിട്ട് എടുത്തുകൊണ്ട് പോയി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ റീഡിംഗ് പോർഷൻ ഉള്ളത്. ഇവിടെ എന്താണ് നിങ്ങളടുത്ത് ചെയ്യാൻ പറയുന്നത്? വേർ ഇസ് ദ എഗ്, ഡ്രോ ഇറ്റ് ഇൻ ദ സ്വീറ്റബിൾ പ്ലേസ്. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ 4 ചിത്രങ്ങളിലും എഗ് എവിടെയാണ് ഉള്ളത് അവിടെ വരയ്ക്കാനാണ് പറയുന്നത്. ഇതുപോലെ കാരണം ഒന്നാമത്തിൽ നമ്മുടെ ഹെന്ന് മുട്ടയിട്ടിട്ട് പോവുകയാണ്. ഇവിടെയാണ് എഗ് ഉള്ളത് അല്ലെ. പിന്നെ ആര് വന്നു? മൗസ് വന്ന് മുട്ട എടുത്തുകൊണ്ട് പോയി. ഹെന്ന് പുറകെ ചെന്നിട്ട് നമ്മുടെ മുട്ട തിരിച്ചു പിടിച്ചു. അപ്പൊ ഹെന്നിന്റെ കയ്യില്. അതിനുശേഷം കൊക്കിനോട് പറയാണ്, വഴക്ക് പറയണല്ലേ, ഇത് നിന്റെ തെറ്റാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ കൊക്ക് സോറി പറയാണ്. അപ്പൊ ഹെൻ എന്ത് പറഞ്ഞു? എന്താ പറയണത്? ഡോൺ റിപ്പീറ്റ് ഇറ്റ്. അപ്പൊ ഹെന്നിന്റെ കയ്യിലാണ് എഗ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ മറ്റ് ക്ലാസ്സുകൾക്കായിട്ട് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Thank you.